കൂട്ടുകാരെ എല്ലാവർക്കും മാഷൻ ടീച്ചറിന്റെയും മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി നമുക്ക് 2ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഉത്കൃതനം അഥവാ ഇന്റഗ്രേഷൻ എക്സാം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ് അല്ലേ. അപ്പൊ നമുക്ക് 3 ദിവസങ്ങളിലായിട്ടാണ് എക്സാം ഉണ്ടാവാറല്ലേ. ഇന്റഗ്രേഷൻ ഡേ 1 അഥവാ ഉത്കൃതനം ദിവസം 1, ഇന്റഗ്രേഷൻ ഡേ 2 അല്ലേ, ഉത്കൃതനം 2ാം ദിവസം, അതുപോലെ ഇന്റഗ്രേഷൻ ഡേ 3, ഉത്കൃതനം 3ാം ദിവസം എന്ന് പറഞ്ഞിട്ട് നമുക്ക് 3 ദിവസങ്ങളിലായിട്ടാണ് നമ്മുടെ പരീക്ഷ ഉണ്ടാവാറല്ലേ. അപ്പൊ നമുക്ക് ആ ഒരു എക്സാമിന് കൂട്ടുകാർക്ക് അറിയാം മലയാളത്തിൽ നിന്നും ഗണിതത്തിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം കൂട്ടുകാര് മലയാളവുമായി ബന്ധപ്പെടുത്തി പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോ എല്ലാ കൂട്ടുകാരും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഇനി ഏതെങ്കിലും കൂട്ടുകാർ കാണാത്തതായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ കയറിയിട്ട് വീഡിയോസ് കാണുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇന്ന് നമ്മൾ ഗണിതവുമായി ബന്ധപ്പെടുത്തി പഠിക്കേണ്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അതിനുശേഷം നമ്മുടെ എക്സാമിന്റെ തലേ ദിവസം, ഇന്റഗ്രേഷൻ ഡേ 1 എക്സാമിന്റെ തലേ ദിവസം ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് മക്കൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കൂടി നമ്മൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഇടും കേട്ടോ. അപ്പൊ എല്ലാ വീഡിയോസും കൂട്ടുകാർക്ക് നേരത്തെ തന്നെ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. ഓക്കെ മക്കളെ, അപ്പൊ വേഗം നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം അല്ലേ. അപ്പൊ കൂട്ടുകാർക്ക് നിങ്ങളുടെ ഗണിത പരീക്ഷയുമായി ബന്ധപ്പെടുത്തിയിട്ട് എപ്പോഴും കണ്ടുവരുന്ന ഒരു ചോദ്യമാണ് വില വിവര പട്ടിക തന്നുകൊണ്ടുള്ള ഒരു ചോദ്യം കേട്ടോ. അപ്പൊ അത് എങ്ങനെയാ വരാന്നുള്ളത് ടീച്ചർ പറഞ്ഞുതരാം. ഇവിടെ നോക്കിക്കേ മകൾ, ഈ ഒരു ടേബിളിൽ കണ്ടാൽ അറിയാം ബലൂൺ 10 രൂപ, തൊപ്പി 15 രൂപ, പന്ത് 25 രൂപ, പമ്പരം 20 രൂപ അല്ലെ. ഇങ്ങനെ കുറച്ച് കളിപ്പാട്ടങ്ങളുടെ വിലയെല്ലാം എഴുതിക്കൊണ്ടുള്ള ഒരു ടേബിൾ നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ എന്ത് ചെയ്യാണ്, ഒരു കുട്ടി ഈ കളിപ്പാട്ടങ്ങളൊക്കെ മേടിക്കാനായിട്ട് കടയിലേക്ക് പോവാണ്. അപ്പൊ കടയിൽ കണ്ടിട്ടുള്ള വില വിവര പട്ടികയാണ് നമുക്ക് ഇവിടെ ചോദ്യപേപ്പറിൽ തന്നിട്ടുള്ളത് എന്ന് മകള് വിചാരിക്കുക കേട്ടോ. എന്നിട്ട് ഇത്തരത്തിലൊരു ചോദ്യം വരികയാണെങ്കിൽ നിങ്ങളടുത്ത് ചോദിക്കുക ഇതാണ്, ഏറ്റവും കൂടുതൽ വില ഏത് ഇനത്തിനാണ് എന്ന് ചോദിക്കും കേട്ടോ. ഏറ്റവും കൂടുതൽ വില ഏത് ഇനത്തിനാണെന്ന്. അപ്പൊ നമുക്ക് ഓരോ കളിപ്പാട്ടത്തിന്റെയും രൂപ എത്രയാണെന്നുള്ളത് ഇവിടെ തന്നിട്ടുണ്ടല്ലോ. ബലൂൺ 10 രൂപയാണ്, തൊപ്പി 15, പന്ത് 25, പമ്പരം 20. അപ്പൊ കൂട്ടത്തില് ഏറ്റവും കൂടുതൽ വില ഏത് കളിപ്പാട്ടത്തിനാണ് മക്കളെ? ഒന്ന് കണ്ടെത്തി പറഞ്ഞേ, ഏതിനാണ്? ഏറ്റവും കൂടുതൽ രൂപ ഏതിനാണോ ആ കളിപ്പാട്ടത്തിനല്ലേ. അപ്പം ഏതാണ് ഇതിലെ ഏറ്റവും വലിയ സംഖ്യ? ഏതാണ്? 25 ആണ് നമുക്കറിയാം അല്ലെ. 25 എന്നത് ഏത് കളിപ്പാട്ടത്തിന്റെ വിലയാണ്? പന്തിന്റെ വിലയാണ്. അപ്പൊ തന്നിട്ടുള്ളവയിൽ വെച്ചിട്ട് ഏറ്റവും വില കൂടുതലുള്ളത് ഏതിനാണ്? പന്തിനാണ് അല്ലെ. എങ്കിൽ കൂട്ടുകാര് ഈ തന്നിട്ടുള്ള കളിപ്പാട്ടങ്ങളിൽ ഏറ്റവും വില കുറഞ്ഞത് ഏതിനാണെന്ന് കണ്ടെത്തി പറഞ്ഞേ. ഉത്തരം കിട്ടിയവരെന്ത് ചെയ്യാം, നമ്മുടെ കമന്റ് ബോക്സിൽ പറയാം കേട്ടോ. ഏറ്റവും വില കുറഞ്ഞത് ഏതാണ്? ബലൂണിനാണ് അല്ലെ. ബലൂണിനാകെ എത്ര രൂപയുള്ളൂ? 10 രൂപയുള്ളൂ. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഒരു ചോദ്യം വന്നാൽ ഏറ്റവും കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഏതാണോ അല്ലെങ്കിൽ ഏറ്റവും കുറവുള്ളത് ഏതാണോ കണ്ടെത്താനായിട്ട് പറയും. അതെല്ലാ കൂട്ടുകാർക്കും അറിയാലോ. ഓക്കെ, പിന്നെ നമുക്ക് ഇതിൽ നിന്ന് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, അപ്പം എന്ത് ചെയ്തു, കടയിലേക്ക് കുട്ടി എന്തിനാണ് പോയത്? കളിപ്പാട്ടങ്ങൾ മേടിക്കാനാണ് അല്ലെ. അപ്പം അവൻ എന്ത് ചെയ്തു, ഒരു ബലൂണും അതുപോലെ തന്നെ ഒരു പമ്പരവും മേടിച്ചു. എങ്കിൽ ആകെ എത്ര രൂപയായി, അല്ലെങ്കിൽ അവൻ എത്ര രൂപ കടക്കാരന് കൊടുക്കണം എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു ചോദ്യം കണ്ടുവരാറുണ്ട്. അപ്പൊ നോക്കിക്കേ മക്കളെ, എന്തൊക്കെയാണ് അവൻ മേടിച്ചിട്ടുള്ളത്? ബലൂണും അതുപോലെ പമ്പരവുമാണ് മേടിച്ചിട്ടുള്ളത് അല്ലെ. നമുക്കറിയാം ബലൂണിന് എത്ര രൂപയാണ്? ബലൂണിന് 10 രൂപയാണ്. പമ്പരത്തിനാണെങ്കിൽ എത്രയാണ്? 20 രൂപയാണ് വരുന്നത് അല്ലെ. അപ്പൊ രണ്ടും കൂടി മേടിക്കുമ്പോൾ ആകെ എത്ര രൂപ എന്ന് കണ്ടെത്താനായിട്ട് നമ്മൾ ഏത് ക്രിയ വേണം ചെയ്യാനായിട്ട്? ഈ രണ്ട് സംഖ്യകൾ തമ്മിൽ നമ്മൾ ആഡ് ചെയ്യണം അല്ലെ. രണ്ടും തമ്മിൽ കൂട്ടണം. അപ്പൊ 10ലോട്ട് 20 ആഡ് ചെയ്താൽ എത്രയാണ് മക്കളെ? 13 എന്ന് കിട്ടും അല്ലെ. 30 എന്ന് കിട്ടും. അതായത് നമ്മുടെ കുട്ടി കടക്കാരന് എത്ര രൂപ കൊടുക്കണം? 30 രൂപ കൊടുത്തെങ്കിൽ മാത്രമേ അദ്ദേഹം ഒരു ബലൂണും ഒരു പമ്പരവും നമുക്ക് തരുള്ളൂ അല്ലെ. അപ്പം അത്തരത്തിലൊരു ചോദ്യം ചോദിക്കൂ കേട്ടോ. പിന്നെ നമുക്ക് എന്ത് ചെയ്യും, മറ്റൊരു ചോദ്യം ചോദിക്കും. ഇപ്പൊ ഇവിടെ ഈ ഒരു കുട്ടി 30 രൂപയുടെ സാധനങ്ങളെ മേടിച്ചിട്ടുള്ളൂ അല്ലെ. അപ്പൊ അവന്റെ കൈവശം 50 രൂപയുടെ ഒരു നോട്ടാണ് ഉള്ളത് കേട്ടോ. എത്ര രൂപയുടെ നോട്ടാണ്? 50 രൂപയുടെ നോട്ടാണ് കയ്യിലുള്ളത്. അവൻ എന്ത് ചെയ്തു, കടക്കാരന് 50 രൂപ കൊടുത്തു. എങ്കിൽ കടക്കാരൻ എത്ര രൂപ അവന് തിരിച്ചു നൽകും, അഥവാ ബാക്കി എത്ര രൂപ അവന് നൽകും എന്നുള്ള രീതിയിലും നമുക്ക് ചോദ്യങ്ങൾ കണ്ടുവരാറുണ്ട്. അത് കണ്ടെത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? ഏത് ക്രിയയാണ് നമ്മൾ ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ കുറയ്ക്കലാണ് ചെയ്യേണ്ടത് അല്ലേ. അതായത് 50 രൂപയുണ്ട്, 50 രൂപയിൽ നിന്ന് 30 രൂപ കടക്കാരൻ എടുക്കുകയാണെങ്കിൽ ബാക്കി എത്ര രൂപ എന്നുള്ളതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 50 കുറയ്ക്കണം 30 ചെയ്യണം അല്ലെ. എത്രയാ മക്കളെ ബാക്കി കിട്ടുക? നമുക്ക്
20 എന്ന് കിട്ടൂലേ. അതായത് കടക്കാരൻ കുട്ടിക്ക് തിരിച്ച് എത്ര രൂപ കൊടുക്കും? 20 രൂപ തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പം അത്തരത്തിലുള്ള ഒരു ചോദ്യം നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് കണ്ടുവരാറുണ്ട് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഈ വില വിവര പട്ടികയുമായി ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് ചോദിച്ചു കാണാറുള്ളത് കേട്ടോ. അപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ ടീച്ചർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള കൂടുതൽ പ്രോബ്ലംസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യാൻ ഇഷ്ടമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻസ് ഒക്കെ, ആ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് വരാവുന്ന മറ്റൊരു പ്രവർത്തനത്തിലോട്ട് പോവാം കേട്ടോ. ഇവിടെ മക്കൾ നോക്കിക്കേ, ഒരു ടേബിൾ കാണുന്നില്ലേ? അവിടെ നമുക്ക് നൂറുകളുടെയും പത്തുകളുടെയും ഒന്നുകളുടെയും ഒക്കെ എണ്ണം തന്നുകൊണ്ട് എത്രയാണ് ആ സംഖ്യ എന്ന് കണ്ടെത്താനായിട്ട് പറയൂ കേട്ടോ. നമ്മൾ പാഠഭാഗവുമായി ബന്ധപ്പെടുത്തി ഇത്തരത്തിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇവിടെ എന്താ ചോദ്യം എന്ന് വെച്ചാൽ, നമ്മുടെ അനുവും മനുവും അതുപോലെ തന്നെ സനുവും കൂടി എന്ത് ചെയ്യാണ്, ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നൂറുകളും പത്തുകളും ഒന്നുകളുടെ ഒക്കെ കെട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഓരോരുത്തർക്കും കിട്ടിയിട്ടുള്ള മാർക്കുകൾ അടങ്ങിയിട്ടുള്ള ഒരു ടേബിൾ ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. പക്ഷെ മക്കൾ ടേബിൾ നോക്കിക്കേ, എല്ലാ കണങ്ങളും പൂർത്തീകരിച്ച് വെച്ചതാണോ? അല്ല അല്ലെ, കുറച്ച് ഭാഗങ്ങളൊക്കെ എന്തായി പോയിട്ടുണ്ട്, വിട്ടു പോയിട്ടുണ്ട് അല്ലെ. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം, ഈ വിട്ടു പോയിട്ടുള്ള ഭാഗം പൂർത്തിയാക്കിയിട്ട് എഴുതണം. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കേ, അനുവിന് എത്ര നൂറുകൾ ഉണ്ടെന്നോ എത്ര പത്തുകൾ ഉണ്ടെന്നോ എത്ര ഒന്നുകൾ ഉണ്ടെന്നോ എന്നുള്ള കാര്യം നമുക്ക് ഇവിടെ തന്നിട്ടില്ല. പകരം എന്ത് തന്നിട്ടുണ്ട്, അവൾക്ക് കിട്ടിയിട്ടുള്ള ആകെ സ്കോർ എത്രയാ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. ആകെ മാർക്ക് എത്രയാ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാടാ? 142 ആണ് അല്ലെ. 142 ആണ് അവൾക്ക് കിട്ടിയിട്ടുള്ള മാർക്ക്. അപ്പം 142-ൽ എത്ര നൂറുകളും എത്ര പത്തുകളും എത്ര ഒന്നുകളും ഉണ്ട് എന്ന് മക്കൾ കണ്ടെത്തിയിട്ടാണ് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ ഈ ഗണിതവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഇംഗ്ലീഷിലായിരിക്കും വരുന്നുണ്ടായിരിക്കുക കേട്ടോ. അപ്പൊ ഇവിടെ 100ന്റെ സ്ഥാനത്ത് എന്തുണ്ടായിരിക്കും? ഹൺഡ്രഡ്സ്, ടെൻസ്, വൺസ്, ടോട്ടൽ എന്നുള്ള രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ. അപ്പൊ അത് മക്കൾ നോക്കേണ്ട, ജസ്റ്റ് എന്ത് ചെയ്യുക, എന്താണ് ഇവിടുത്തെ കാര്യം എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് ഏത് സംഖ്യയാണ് കിട്ടേണ്ടത്? 142 ആണ് അല്ലെ. 142. ഈ ഒരു സംഖ്യയിൽ എത്ര നൂറുണ്ട് മക്കളെ? എത്ര നൂറുണ്ട്? 100ന്റെ സ്ഥാനത്തെ സംഖ്യ ഏതാണ്? അതെ, 1 100ന്റെ സ്ഥാനത്തുള്ള സംഖ്യ അല്ലെ. അതായത് എത്ര നൂറുണ്ട്? ഒരു നൂറേ ഉള്ളൂ. ഓക്കെ, ഇനി എത്ര ടെൻസ് ഉണ്ടെന്ന് കണ്ടെത്തണം അല്ലെ. എത്ര പത്തുകൾ ഉണ്ടെന്ന് കണ്ടെത്തണം. എത്ര പത്തുകളാണുള്ളത് മക്കളെ? ഈ ഒരു സംഖ്യയിൽ 10ന്റെ സ്ഥാനത്തുള്ള സംഖ്യ ഏതാണ്? ഈ 4 ആണ് അല്ലെ. അതായത് 4 പത്തുകളുണ്ട്. ഇനി ഇവിടെ വന്നേ വീണ്ടും, അതില് 1ന്റെ സ്ഥാനത്ത് സംഖ്യ ഏതാണ്? 2 ആണ് ഉള്ളത് അല്ലെ. അപ്പൊ നമ്മൾ ഈ വൺസിന്റെ സ്ഥാനത്ത് എന്ത് എഴുതണം? 2 എന്ന് എഴുതണം. അതായത് ഒരു 100ഉം 4 പത്തുകളും 2 ഒന്നുകളും ചേർന്ന സംഖ്യയാണ് ഏത്? 142 അല്ലെ. 142. മനസ്സിലായോ? ഇവിടെ നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ടീച്ചർ ഇവിടെ വേറൊരു മൂന്നക സംഖ്യ എഴുതുക കേട്ടോ. 235. ഇങ്ങനെ ഒരു മൂന്നക്ക സംഖ്യ തരികയാണെങ്കിൽ 1ന്റെ സ്ഥാനം ഏതാ, 10ന്റെ സ്ഥാനം ഏതാ, അതുപോലെ 100ന്റെ സ്ഥാനം ഏതാ എന്നുള്ള കാര്യം നമ്മൾ കൃത്യമാക്കി മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു പ്രോബ്ലം വന്നാൽ നമുക്ക് ഈസി ആയിട്ട് അതിൽ നിന്ന് മുഴുവൻ സ്കോറും നമുക്ക് മേടിക്കാനായിട്ട് പറ്റും. ഓക്കെ മക്കളെ, അപ്പം ഈ 235 ഈ ഒരു സംഖ്യയില് വൺസിന്റെ പ്ലേസിലുള്ള സംഖ്യ ഏതാണ്? നമ്പർ ഏതാണ്? 1ന്റെ സ്ഥാനത്തുള്ളത് ഏതാണ്? 5 ആണ് അല്ലെ. ഇതാണ് 1ന്റെ സ്ഥാനം, ഇത് 1ന്റെ സ്ഥാനം, ഇത് 10ന്റെ സ്ഥാനം, ഇത് 100ന്റെ സ്ഥാനം അല്ലെ. ഇത് വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്. അപ്പം ഈ ഒരു കാര്യം എന്ത് ചെയ്യുക, മക്കളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇതുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അനുവിന്റെ കോളം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലെ. അടുത്തതായി നോക്കിക്കേ, മനു ആണ്. മനുവിന് ഇവിടെ ആകെ സ്കോർ എത്രയാണെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത് അല്ലെ. എത്ര നൂറുകൾ ഉണ്ടെന്നും എത്ര പത്തുകൾ ഉണ്ടെന്നും എത്ര ഒന്നുകൾ ഉണ്ടെന്നും എന്നുള്ള കാര്യം നമുക്ക് ഈ ഒരു ടേബിളിൽ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് കണ്ടെത്തിയാൽ മതി? അവന് എത്രയാണ് ആകെ കിട്ടിയിട്ടുള്ള മാർക്ക് എന്നുള്ളത് കണ്ടെത്തിയാൽ മതി. അപ്പൊ നോക്കിക്കേടാ, ഒരു 100ഓ 2 പത്തുകളോ 4 ഒന്നുകളാണ് അല്ലെ. അപ്പൊ ഏതാണ് സംഖ്യ മക്കളെ വരുന്നത്? 124 അല്ലെ. 124. വളരെ ഈസി ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണ് കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും മുഴുവൻ മാർക്കും മേടിക്കാൻ പറ്റുന്ന ഒരു പ്രവർത്തനമാണ്. ഓക്കെ, ലാസ്റ്റ് വൺ നോക്കിക്കേ, സനുവിന്റെ സ്കോർ നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലെ. എത്രയാടാ? 103 അല്ലെ. 103 എന്ന് തന്നിട്ടുണ്ട്.
അതിന് എത്ര നൂറുകളുണ്ട്, എത്ര പത്തുകളുണ്ട്, എത്ര ഒന്നുകളുണ്ട് എന്ന് നമുക്ക് കണ്ടെത്തണം. അപ്പൊ നോക്കിക്കേ, 103-ല് 100ന്റെ സ്ഥാനത്ത് എത്രയാണുള്ളത് മക്കളെ സംഖ്യ? 1 ആണ് അല്ലെ. 10ന്റെ സ്ഥാനത്ത് എത്രയാ സംഖ്യ ഉള്ളത്? എത്രയാണ്? 0 ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ 10ന്റെ സ്ഥാനത്ത് നമ്പർ എഴുതേണ്ട കാര്യമുണ്ടോ? എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇതിന്റെ അർത്ഥം എന്താണ്? 10കൾ ഇല്ല എന്നതാണ് അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ എഴുതേണ്ട കാര്യമില്ല. എത്ര ഒന്നുകളാണ്? 3 ഒന്നുകൾ. ഓക്കെ മക്കളെ, അപ്പം ഇത്തരത്തില് 100കളുടെയും 10കളുടെയും 1കളുടെയും എണ്ണം തന്നുകൊണ്ട് സംഖ്യ കണ്ടെത്താനായിട്ട് ചോദിക്കുക കേട്ടോ. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? ആ ഭാഗം ഒന്ന് നോക്കി വെക്കുക. ഓക്കെ മക്കളെ, പിന്നെ മക്കൾക്ക് വരാവുന്ന മറ്റൊരു ചോദ്യമാണ് ഒളിച്ചിരിക്കുന്നത് ആര് എന്ന് കണ്ടെത്താനായിട്ട്. അപ്പോൾ ഈ ഒളിച്ചിരിക്കുന്നത് ആര് എന്ന് പറയുന്ന ഒരു പ്രവർത്തനം നമ്മുടെ ഗുണനക്രിയയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രവർത്തനമാണ്. നമ്മൾ 2ന്റെയും 5ന്റെയും 10ന്റെയും ഒക്കെ ടേബിൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഗുണന പട്ടിക പഠിച്ചിട്ടില്ലേ? 2ന്റേതും 5ന്റേതും 10ന്റേതും ഒക്കെ പഠിച്ചിട്ടില്ലേ? അപ്പോൾ അവയിലെ കുറച്ച് ഗുണനക്രിയകൾ തരും. അതായത് ഇങ്ങനെ 2 ഗുണിക്കണം 6, 5 ഗുണിക്കണം 3, 10 ഗുണിക്കണം 2, ഇങ്ങനെ കുറച്ച് ഗുണനക്രിയകൾ തരും. എന്നിട്ട് എന്ത് ചെയ്യാനായിട്ട് പറയും? അതിൻ്റെ അടുത്ത് ഒരു ചിത്രവും തരും. നമ്മളൊക്കെ കളിക്കുമ്പോൾ ഒളിച്ചിരിക്കുന്ന ആര് നമ്മളിങ്ങനെ ഷെയ്ഡ് ചെയ്ത് നമ്പേഴ്സ് ഒക്കെ ഷെയ്ഡ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന ആരാന്നൊക്കെ നമ്മൾ പുസ്തകങ്ങളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറില്ലേ? അങ്ങനെ മക്കൾ കളർ ചെയ്ത് കണ്ടുപിടിക്കാറില്ലേ ഉള്ളിൽ ആരാണ് ഒളിച്ചിരിക്കുന്നത് എന്നുള്ളത്? അപ്പൊ അതേ രീതിയിൽ പക്ഷെ നമുക്ക് അത് കളർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? കൂട്ടുകാർ ആദ്യം ഈ ഒരു ക്രിയ ചെയ്യണം. അപ്പൊ നോക്കിക്കേ, 2 ഗുണിക്കണം 6 എത്രയാടാ? 12. അപ്പൊ എന്ത് ചെയ്യും? 12 എന്ന് പറയുന്ന ഒരു കോളം നമ്മുടെ ചിത്രത്തിൽ ഉണ്ടായിരിക്കും. മക്കൾക്ക് എന്ത് ചെയ്യാം? അവിടെ പോയിട്ട് കളർ ചെയ്യാം. അടുത്തത് 5 ഗുണിക്കണം 3 എത്രയാടാ വരുന്നത്? 15 ആണ് അല്ലെ. 15. അപ്പൊ 15 എന്ന് പറയുന്ന ഒരു കോളം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? മക്കള് അവിടെ പോയി കളർ ചെയ്യാം. അടുത്തത് 10 ഗുണം 2 ആണ് അല്ലെ. എത്രയാണ്? 10 × 2 എത്രയാണ്? 20 ആണ് അല്ലെ. 20 ആണ് വരിക. അപ്പൊ എന്ത് ചെയ്യണം? 20 എന്ന് പറയുന്ന കോളത്തിന് വേണം മക്കള് നിറം നൽകാനായിട്ട്. ഇങ്ങനെ എന്ത് ചെയ്യുക? ഓരോ ക്രിയകളും ചെയ്തിട്ട് കിട്ടുന്ന ഉത്തരം എവിടെയാണോ ഉള്ളത് ആ ഉത്തരത്തിന് എന്ത് ചെയ്യുക? മക്കള് നിറം നൽകി വരുന്ന സമയത്ത് ആരാണ് ആ ചിത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് എന്ന് മക്കൾക്ക് കണ്ടെത്താനായിട്ട് പറ്റൂ കേട്ടോ. അപ്പൊ ഇവിടെ മക്കൾ എന്ത് ചെയ്യണം? നിറം നൽകാനൊക്കെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? പക്ഷേ അവിടെ നമുക്ക് എന്ത് ചെയ്താൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ? ഈ ഒരു ഗുണന പട്ടിക അറിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും 2ന്റെയും 5ന്റെയും 10ന്റെയും ടേബിള് പഠിച്ചിട്ട് നിങ്ങളുടെ എക്സാമിന് പോവാട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ അത് കഴിഞ്ഞു. പിന്നെ മക്കൾക്ക് വരാവുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് കലണ്ടർ കണക്കാണ് കേട്ടോ. അത് നമ്മൾ ഒത്തിരി ക്ലാസ്സിലൊക്കെ വർക്കൗട്ട് ചെയ്തതാണ്. അതെങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് എന്ത് വരും? ഏതെങ്കിലും ഒരു മാസത്തെ കലണ്ടർ തരും. മിക്കപ്പോഴും ചിലപ്പം ഈ ഒരു മാസത്തെ കലണ്ടർ തന്നെയായിരിക്കും തരിക കേട്ടോ. അല്ലെങ്കിൽ കഴിഞ്ഞു പോയിട്ടുള്ള ഏതെങ്കിലും ഒരു മാസത്തെ കലണ്ടർ തരും. എന്നിട്ട് എന്ത് ചെയ്യുക? കലണ്ടറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. നമുക്ക് എങ്ങനെയാ ചോദ്യങ്ങൾ വരാന്ന് വെച്ചാൽ ആദ്യം തന്നെ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു മാസത്തെ കലണ്ടർ തന്നിട്ട് അതിൽ കുറച്ച് കളങ്ങൾ വിട്ടുപോയിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ വിട്ടുപോയിട്ടുള്ള കളങ്ങളിലെ സംഖ്യകൾ എഴുതാൻ അഥവാ ഡേറ്റുകൾ എഴുതാനായിട്ട് ഒരു ചോദ്യം വരും കേട്ടോ. അപ്പൊ മക്കൾ ഇവിടെ നോക്കിക്കേ, ടീച്ചർ ഇതാ ഇവിടെ ഒരു കലണ്ടർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതില് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം കുറച്ച് കളങ്ങളൊക്കെ എന്തായി പോയിട്ടുണ്ട്? വിട്ടുപോയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഒന്നാമത്തെ കാര്യത്തിൽ മക്കൾ എന്ത് ചെയ്യണം? ഒന്നാമത്തെ ചോദ്യത്തിൽ മക്കൾ ഈ വിട്ടുപോയിട്ടുള്ള കളങ്ങളൊക്കെ പൂർത്തീകരിച്ച് എഴുതണം. അപ്പൊ നമുക്ക് നോക്കാം അല്ലെ. ഇവിടെ നമുക്ക് 1 സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. എവിടെയാണ്? ഏത് ദിവസത്തിലാണ് 1 സ്റ്റാർട്ട് ചെയ്യുന്നത്? വെനസ്ഡേ ആണ് അല്ലെ. അതായത് ബുധനാഴ്ചയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ 1 2 3 4 5 6 അല്ലെ. 6 കഴിഞ്ഞിട്ടാണ് ഒരു കോളം എന്തായി പോയിട്ടുള്ളത്? വിട്ടുപോയിട്ടുള്ളത്. അപ്പൊ നമ്മൾ അവിടെ 6 കഴിഞ്ഞാൽ നമുക്കറിയാം ഏതാണ് വരിക മക്കളെ? ഡേറ്റ് 6 കഴിഞ്ഞാൽ 7 ആണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അവിടെ 7 എഴുതി. അടുത്തതായി ഇവിടെ ഒന്നും വിട്ടിട്ടില്ല അല്ലെ. അത് കഴിഞ്ഞത് അവിടെ 18 കഴിഞ്ഞിട്ട് ഒരു കോളം എന്തായി പോയിട്ടുണ്ട്? മിസ്സായി പോയിട്ടുണ്ട്. അപ്പൊ 18 കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലെ. അടുത്തത് ഏതാ നമ്പർ വരിക? 18 കഴിഞ്ഞാല് 19 വരും അല്ലെ. 19. പിന്നെ 20 21 22 23 24 കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഏതാണ്? 25 വരും അല്ലെ. 25 വരും. അടുത്തത് 26 27. പിന്നെ ഏതാണ്? ഇവിടെ 2 സംഖ്യകളില്ല അല്ലെ. ഏതൊക്കെയാണ്? 28 29 30 31. ക്ലിയർ ആയോ? അപ്പൊ ഇതുപോലെ കലണ്ടറിലെ വിട്ട കളങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് നമുക്ക് ചോദിക്കാം. പിന്നെ നമുക്ക് കലണ്ടറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചോദിക്കാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കലണ്ടറിലെ ഏതെങ്കിലും ഒരു ഡേറ്റ് പറയും. എന്നിട്ട് അത് ഏത് ദിവസമാണ് എന്ന് ചോദിക്കും കേട്ടോ. ഇപ്പൊ നമുക്ക് മാർച്ചിലെ കലണ്ടർ ആണെന്ന് വിചാരിക്കാം കേട്ടോ.
മാർച്ച് മാസത്തിലെ കലണ്ടറാണ് നമുക്ക് തന്നത്. എന്നിട്ട് നമ്മൾക്ക് ചോദിക്കാണ് മാർച്ച് 20 ഏത് ദിവസമാണ്, മാർച്ച് 20 ഏത് ദിവസമാണ് വരുന്നതെന്ന് ചോദിക്കാണ്. അപ്പൊ അത് കണ്ടെത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം മക്കളെ, ആദ്യം 20 എന്ന് പറയുന്ന ഡേറ്റ് ഉള്ള കോളം ഏതാ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടെത്തണം അല്ലെ. ഇവിടെ 20 ഏതാണ് വരുന്നത്, ദാ ഇവിടെ എന്തുണ്ട്, 20 ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾക്ക് ചോദിച്ചത് 20 ഏത് ദിവസമാണ് എന്നതാണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, 20ന്റെ നേരെ മുകളിലോട്ട് പോവാ. ഇത് ഏതാണ് മക്കളെ, ഏതാണ്, മൺഡേ ആണ് അല്ലെ, അതായത് തിങ്കൾ. അപ്പൊ മാർച്ച് 20 ഏതാണ് ദിവസം വരുന്നത്, തിങ്കളാണ് ദിവസം വരുന്നത്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഓക്കെ മക്കളെ, പിന്നെ നമുക്ക് ഈ കലണ്ടറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചോദിക്കാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കലണ്ടറിൽ നിന്ന് പാറ്റേൺസ് എഴുതാനാണ് കേട്ടോ. അത് നമുക്ക് ഈ ഒരു കലണ്ടർ കണക്ക് വന്നാൽ എന്തായാലും നമുക്ക് പാറ്റേൺസ് എഴുതാനായിട്ട് നമുക്ക് ചോദിക്കലുണ്ട്. എപ്പോഴും നമുക്ക് വരുന്നൊരു ചോദ്യമാണ് കേട്ടോ പാറ്റേൺ എഴുതാൻ. അപ്പൊ അത് വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് നമ്മൾ എന്ത് ഇവിടുന്ന് എടുത്ത് എഴുതേണ്ട ആവശ്യമുള്ളൂ അല്ലെ. പാറ്റേൺ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഈ സൺഡേ, അതായത് ഈ ഞായറിന്റെ ഈ ഒരു കോളം നമ്മൾ നേരെ എടുത്ത് എഴുതിയാൽ എന്തായി, ഒരു പാറ്റേൺ ആയില്ലേ. കാര്യം എന്താണ്, ഇവിടെ നോക്കിക്കേ, 5 കഴിഞ്ഞിട്ട് അടുത്ത സംഖ്യ ഏതാണ് വരുന്നത്, 12 ആണ് വരുന്നത് അല്ലെ. അത് കഴിഞ്ഞിട്ട് ഏതാണ് വരുന്നത്, 19 ആണ് വരുന്നത്. അപ്പൊ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, എല്ലാ മക്കൾക്കും അറിയുന്നതായിരിക്കും. ഇനി ആർക്കെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ 5 കഴിഞ്ഞ് 12 എത്താനായിട്ട് എത്ര നമ്മൾ ആഡ് ചെയ്യണം, 7 ആണ് ആഡ് ചെയ്യേണ്ടത്. പിന്നെ 12 കഴിഞ്ഞ് 19 എത്താൻ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 7 കൂടി നമ്മൾ കൂട്ടണം അല്ലെ. അങ്ങനെ 7 കൂടിയാണ് ഈ സംഖ്യകൾ താഴോട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യാ, നമുക്ക് ഈ ഒരു കോളം നമുക്ക് ഒരു പാറ്റേൺ ആയിട്ട് എഴുതിക്കൂടെ, 5 12 19 26. ഇനി അടുത്ത് നമുക്ക് വേണമെങ്കിൽ ഈ തിങ്കൾ ഈ ഒരു കോളം നമുക്ക് എഴുതാം അല്ലെ, 6 13 20 27. ഇവിടെയും എത്ര വീതമാണ് മക്കളെ കൂടി വരുന്നത്, 7 വീതമാണ് കൂടി വരുന്നത്. ഇനി ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, ഈ കോളം നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം, ഈ കോളം വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് കേട്ടോ. അപ്പൊ ഈ ഒരു കലണ്ടറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കൂട്ടുകാർക്ക് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ മക്കൾക്ക് വരാവുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് രൂപങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. അതെങ്ങനെ നമുക്ക് കണ്ടുവരുന്നതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് തരും, ഏതെങ്കിലും ഒരു ചിത്രം തരും. ഇപ്പോൾ ഒരു വീടിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വാഹനങ്ങളുടെയോ അങ്ങനെ എന്തെങ്കിലും ഒരു ചിത്രം തന്നിട്ട് അതിൽ ഓരോ രൂപങ്ങളും അല്ലെ, നിങ്ങൾക്ക് 3 രൂപങ്ങൾ അറിയാലോ, വട്ടം, ത്രികോണം, ചതുരം അല്ലെ. ഈ 3 രൂപങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഈ 3 രൂപങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യും, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ചിത്രം തരും. എന്നിട്ട് ഓരോ രൂപങ്ങളും എത്ര എണ്ണം വീതമാണ് എന്നുള്ളത് മക്കൾ എന്ത് ചെയ്യണം, കൗണ്ട് ചെയ്ത് എഴുതണം കേട്ടോ. അതായത് എണ്ണി എഴുതണം. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു ചെറിയ ഒരു പിക്ചർ വരയ്ക്കാം കേട്ടോ. നമ്മൾ എന്ത് ചെയ്തു, രൂപങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു വീട് നമ്മൾ വരയ്ക്കാണ് കേട്ടോ. ഓക്കെ, രൂപങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു വീടിന്റെ ചിത്രം വരച്ചു. എന്നിട്ട് കൂട്ടുകാരടുത്ത് പറയാണ് ഈ ചിത്രത്തിൽ എത്ര സർക്കിൾ ഉണ്ടെന്നും എത്ര ട്രയാങ്കിൾ ഉണ്ടെന്നും എത്ര റെക്റ്റാങ്കിൾ ഉണ്ടെന്നും കണ്ടെത്തിയിട്ട് എഴുതാനായിട്ട് പറയാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം എത്ര വട്ടം ഉണ്ടെന്ന് നോക്കാം അല്ലെ. എത്ര വട്ടം മക്കളെ ഈ ഒരു ചിത്രത്തിലുള്ളത്, ഈ വീടിന്റെ ചിത്രത്തിൽ എത്രയേ ഉള്ളൂ, ആകെ ഒരു വട്ടം മാത്രമേ ഉള്ളൂ. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം, അതിന് നേരെ തന്നിട്ടുള്ള കോളത്തിൽ ഒന്നെന്ന് വേണം എഴുതാനായിട്ട്. അടുത്ത് നോക്കിക്കേ മക്കളെ, ത്രികോണാണ് അല്ലെ. ഈ ഒരു രൂപം എത്രയുണ്ട് മക്കളെ, നോക്കിക്കേ, ഇവിടെ വലുതൊന്നുണ്ട് അല്ലെ, പിന്നെ അതിനുശേഷം 2 3 അല്ലെ, 2 കുഞ്ഞ് രൂപങ്ങൾ കൂടി ഉണ്ട്. അപ്പൊ മൊത്തം എത്രയായി, 3 എണ്ണായി അല്ലെ. അത് ഈ ഒരു രൂപം എത്ര എണ്ണം ഉണ്ട് മക്കളെ, ഇവിടെ വലുത് ഒന്നുണ്ട്, അതുപോലെ തന്നെ ഒന്ന് ചെറുതുണ്ട് അല്ലെ, അതായത് 2 എണ്ണം ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഓരോ രൂപങ്ങളും എത്ര എണ്ണം വീതമാണെന്നുള്ളത് എണ്ണി നമ്മൾ കണ്ടെത്തി കേട്ടോ. അപ്പൊ ഇവിടെ ടീച്ചർ ചെറിയൊരു ചിത്രമാണ് വരച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത്ര ചെറുത് തരില്ല കേട്ടോ, കുറെ കാര്യങ്ങൾ ഉൾപ്പെട്ടുകൊണ്ടുള്ള ചിത്രമായിരിക്കും തരിക കേട്ടോ. അപ്പം എണ്ണാനൊക്കെ കുറച്ചധികം ഉണ്ടായിരിക്കും, അതൊന്നും മക്കൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നിങ്ങൾക്ക് ഈ രൂപങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ആദ്യം പറയുന്നത് ഇതുപോലെ ഒരു ചിത്രം തന്നിട്ട് ഓരോ രൂപവും എത്ര എണ്ണം വീതമുണ്ട് എന്നുള്ളത് എണ്ണി എഴുതാനാണ്. പിന്നെ മക്കളടുത്ത് പറയുന്നത് ഈ രൂപങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൂട്ടുകാരടുത്ത് സ്വയം ഒരു ചിത്രം വരയ്ക്കാനാണ്. അപ്പൊ രൂപങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, മക്കള് ചിത്രങ്ങളൊക്കെ വരച്ച് പഠിച്ചിട്ട് പോവുക. അത് ചിലപ്പോൾ നിറം നൽകാനൊക്കെ ആയിട്ട് പറയൂ കേട്ടോ. അപ്പൊ കളർ പെൻസിലൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾ കയ്യിൽ കരുതുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ രൂപങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പൊതുവെ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നു കാണാറുള്ളത്. ഇനി നമുക്ക് വരാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സംഖ്യ തന്നിട്ട് അതിനെ വ്യത്യസ്ത രീതിയിൽ എഴുതാനായിട്ടാണ്. അപ്പൊ മക്കൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ടീച്ചർ ഒരു സംഖ്യ എഴുതിയിട്ടുണ്ട് അല്ലെ, ഒരു 2 അക്ക സംഖ്യയാണ്. എത്രയാണ്,
85 ആണ് അല്ലേ, 85 എഴുതിയിട്ടുണ്ട്. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം, ഇതിന് ചുറ്റിലും 85നെ വ്യത്യസ്ത രീതിയിൽ എഴുതണം. നമുക്കൊന്ന് എഴുതി നോക്കാം. 85നെ ഒന്നുകൾ മാത്രമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, 85 ഒന്നുകൾ എന്ന് പറയാം അല്ലേ, അതായത് 85 വൺസ് എന്ന് എഴുതാം അല്ലെ, 85 വൺസ് എന്ന് എഴുതാം. ഇനി പത്തുകളും ഒന്നുകളും ആക്കിയിട്ടൊന്ന് പറഞ്ഞേടാ. 85ൽ എത്ര പത്തുകളും എത്ര ഒന്നുകളും ഉണ്ട്? 8 ടെൻസ്, അതുപോലെ തന്നെ 5 വൺസ് അല്ലേ, 8 10 5 ഒന്നും അല്ലേ, 8 10 5 1 അല്ലേ. പിന്നെ ആദ്യം നമ്മൾ എന്ത് പറഞ്ഞു, 85 ഒന്നുകൾ അല്ലേ, 85 ഒന്നുകൾ. ഓക്കെ, പിന്നെ നമുക്ക് എങ്ങനെ എഴുതാം, 80 കൂട്ടണം 5, 80 കൂട്ടണം 5 എഴുതിയാൽ എത്രയാ മക്കളെ, 85 ആണ് അല്ലേ. ഇനി നോക്കിക്കേ, ഒന്ന് നമുക്ക് കുറയ്ക്കുന്ന രീതി എഴുതാം അല്ലെ, 90 മൈനസ് 5 എത്രയാടാ, 90ൽ നിന്ന് 5 കുറച്ചാൽ എത്രയാണ്, നമുക്കറിയാം 85. അപ്പം ഇതേ രീതിയിൽ ഏതെങ്കിലും ഒരു സംഖ്യ തന്നിട്ട് അതിനെ ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ എഴുതാനായിട്ട് പറയും കേട്ടോ. അപ്പൊ മക്കൾക്ക് ഒന്നുകളുടെ കൂട്ടായിട്ടോ പത്തുകളുടെയും ഒന്നുകളുടെയും കൂട്ടായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കൂട്ടുന്ന ക്രിയകളായിട്ടോ കുറയ്ക്കുന്ന ക്രിയകളൊക്കെ ആയിട്ട് മക്കൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, എഴുതാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഗണിതവുമായിട്ട് ബന്ധപ്പെടുത്തി പ്രധാനമായിട്ടും കൂട്ടുകാർ എന്ത് ചെയ്യുക, ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക. ഇനി നമുക്ക് എക്സാമിന്റെ തലേ ദിവസം, അതായത് നമ്മുടെ ഉത്കൃതനം പരീക്ഷയുടെ തലേ ദിവസം ടീച്ചർ എന്ത് ചെയ്യാം, നാളെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ വീഡിയോസ് ആക്കിയിട്ട് ഇടാം കേട്ടോ. അപ്പൊ എന്ത് ചെയ്യുക, അതുവരെ നിങ്ങൾ ഇന്നത്തെ ഈ ഒരു ഗണിതം ക്ലാസ്സും അതുപോലെ തന്നെ നമ്മുടെ മുന്നേ ഒരു ദിവസം നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുള്ള മലയാളം ക്ലാസ് ഉണ്ട്. അപ്പൊ അതൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ചിട്ടിരിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ കാര്യം കൂടി നമ്മുടെ കമന്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുതേ. ഓക്കെ കൂട്ടുകാരെ, മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.